അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡായി. ഇന്ന് എന്ത് പ്ലാൻ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇക്കാക്ക പറയുന്നത് എങ്കിൽ നമുക്കൊരു റമദാൻ നൈറ്റിന് പോയാലോ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാനും മാത്രം വേഗം റെഡിയായി ഇക്കാക്കയുടെ കൂടെ റമദാൻ നൈറ്റിന് പോയി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വലിയ തിരക്കും കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ കൗണ്ടറിൽ കൂടെ പോയി. അതും ഇക്കാക്കായും 2 കുലുക്കി വാങ്ങിച്ച് കഴിച്ചു. ഞാനാണെങ്കിൽ ഉപ്പിലിട്ടതിൻ്റെ ആളായതുകൊണ്ട് 2 ഉപ്പിലിട്ടതും വാങ്ങി. അങ്ങനെ നമ്മൾ ഓരോ കൗണ്ടറുകളിൽ കൂടെയും എന്തൊക്കെയാ വെറൈറ്റി ഉള്ളത് നോക്കി നോക്കി നടന്നു. അപ്പോഴാണ് അവിടെ ലൈവ് കുനാഫ കൊടുക്കുന്നത് കണ്ടത്. എങ്കിൽ ഒരു കുനാഫ വാങ്ങിച്ച് കളയാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അപ്പോഴേക്കും ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോഴാണ് ആത്തു പറയുന്നത് ആത്തൂന് 2 ചിക്കൻ വേണമെന്ന്. അങ്ങനെ ആത്തൂന് 2 ചിക്കനും വാങ്ങിക്കൊടുത്തു. പക്ഷേ അവനത് കഴിച്ചില്ല കേട്ടോ, ഭയങ്കര സ്പൈസിയാന്ന് പറയുന്നു. നമ്മളിതേ പയ്യെ റൂമിലേക്ക് ഇറങ്ങി. നമ്മുടെ കയ്യിൽ നല്ല ചൂട് കുനാഫ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ കുനാഫ കഴിച്ചു. പൊതുവേ മധുരം കഴിക്കാത്ത ആത്തു അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് കാറ് വാഷ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാറ് വാഷ് ചെയ്യാൻ കൊടുത്ത് പയ്യെ റൂമിലേക്ക് നടന്നു. നമ്മുടെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നടക്കാനും നല്ല സുഖമുണ്ട്. നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. ഇപ്പോൾ ഏകദേശം ഒരു രാത്രി 12 മണിയായിട്ടുണ്ടാവേ.